ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഞങ്ങൾ ആരംഭിക്കുന്നു ക്രിസ്മസ് കരോൾ. ലണ്ടനിലെ 18-ാം നൂറ്റാണ്ടിലെ ഒരു രാത്രി. സ്ക്രൂജും മാർലിയും ഉറ്റ ചങ്ങാതിമാർ. പക്ഷേ പണക്കൊതിയനായ സ്ക്രൂജ് തൻ്റെ ചങ്ങാതിയെ വിഷം കൊടുത്തു കൊന്നു. സമ്പത്ത് അവൻ്റേതു മാത്രമാക്കി. ഉറ്റവർക്കായി ചെറുതും വലുതുമായ നിരവധി വിഷപ്പാത്രങ്ങൾ മനസ്സിൽ മറച്ചുവെക്കുന്ന കാലമാണ് നമ്മുടേത്. അധികാരമോഹത്തിൻ്റെ, അസൂയയുടെ, അവഗണനയുടെ, വർഗീയതയുടെ വിഷപ്പാത്രങ്ങൾ. അന്നം ഈശ്വരനായി, ക്ഷമ ദൗർബല്യമായി, കരുണ കല്ലായി കരുതുന്ന കാലം. ഈ കാലത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു ക്രിസ്മസ് കരോൾ.
അതെ, 20 വർഷങ്ങൾക്കു ശേഷം സ്ക്രൂജിൻ്റെ ഫ്ലാറ്റിന് മുന്നിലെ ചർച്ച് റോഡ്. നമ്മൾ താമസിച്ചെന്നാ തോന്നുന്നേ. ഇപ്പൊ കുർബാന കഴിഞ്ഞിട്ടുണ്ടാവും. ശരിയാ, നേരം വൈകി. ആലീസേ, ഇവിടെ നിന്ന് കളിക്കാതെ പള്ളിയിലേക്ക് വാ. നാളെ ക്രിസ്മസ് ആണെന്നതിന്റെ വല്ല വിചാരമുണ്ടോ നിനക്ക്? നീ എന്താ ഈ പറയുന്നേ? ഇതൊക്കെയല്ലേ അവരുടെ ക്രിസ്മസ്. ഓ ജീസസ്, പ്രൊസഷൻ പള്ളിയിൽ നിന്ന് പുറപ്പെട്ടെന്നാ തോന്നുന്നേ. നോക്കിക്കോ, ഇന്ന് പ്രൊസഷന് കൂടാൻ പറ്റിയില്ലെങ്കിൽ പപ്പ നിന്റെ മുതുക് പൊളിക്കും. മമ്മ, 8 മണിയല്ലേ ആയുള്ളൂ. ഞാൻ 12 മണിക്കുള്ള പ്രൊസഷന് വന്നോളാം. നിന്ന് ചിണുങ്ങാതെ ഇങ്ങോട്ട് വാ പെണ്ണേ. ഇപ്രാവശ്യം ചർച്ച് ബാൻഡ് ഇല്ലെന്നാ തോന്നുന്നേ. പ്രൊസഷൻ പാർക്ക് സ്ട്രീറ്റിൽ എത്തുമ്പോഴെങ്കിലും എനിക്ക് ഇവിടുത്തെ ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റിയാൽ മതിയായിരുന്നു. ഓഹ്, എന്തൊരിരുട്ടാ. ഒന്നുകിൽ ഇവിടെ ഒരു ബൾബെങ്കിലും വെക്കണം, അല്ലെങ്കിൽ ആ ജാമിന്റെയും സോസിന്റെയും കുപ്പിയൊക്കെ എടുത്ത് കിച്ചണിൽ വെക്കണം. എല്ലാം എടുത്ത് കെട്ടിപ്പൊട്ടി വെച്ചിരിക്കുകയാ. ആരെടുത്തോണ്ട് പോകാനാ ഇതൊക്കെ? ഇതെത്രാമത്തെ തവണയാ എന്റെ നെറ്റി ഇടിക്കുന്നെന്നറിയാമോ? ഇരുട്ടിൽ തപ്പി തപ്പി ഞാൻ മടുത്തു. കരോളൊക്കെ വരാൻ തുടങ്ങി. എല്ലാം കൂടി ഇങ്ങോട്ട് അരച്ചു പിടിച്ച് വന്നാലോ?
ഞാൻ എന്തോന്നെടുത്ത് കൊടുക്കാനാ? അല്ല, എങ്ങനെയാ അവരിങ്ങോട്ട് വരുന്നേ? ഒരു സ്റ്റാർ പോലും തൂക്കിയിട്ടില്ലാത്ത ഈ വീട്ടിൽ. എന്തായാലും എനിക്ക് പോയേ പറ്റൂ. അന്ന മാത്രമേ വീട്ടിലുള്ളൂ. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ആ കീറിയ കോട്ടൊന്ന് തയ്ക്കാൻ. ഒരു ക്രിസ്മസ് ആയിട്ട് ഇയാൾക്കൊരു നല്ല കോട്ട് വാങ്ങിക്കൂടെ? എല്ലാം എന്നെ പറഞ്ഞാ മതി. വേലക്കാരിയായിട്ട് ഞാനുണ്ടല്ലോ എല്ലാം ചെയ്യാൻ. അയ്യോ, കരോൾ പിള്ളേര് വന്നെന്നാ തോന്നുന്നേ. ആരാ? സ്ക്രൂജ് ഇവിടെ ഇല്ലേ? ഇല്ല, വൈകും. നിങ്ങൾ ഹൗസ് മെയ്ഡാ. സാധാരണ ഈ സമയത്ത് അദ്ദേഹം ഇവിടെ കാണുന്നതല്ലേ? പക്ഷേ ഇന്ന് കുറച്ച് താമസിക്കും. അര റാത്തൽ ഇറച്ചി പോലും ഇവിടെ ഇരിപ്പില്ല. എല്ലാവരും വാങ്ങിച്ചു കഴിയുന്നവരെ കാത്തു നിൽക്കും. എന്നാലല്ലേ വില കുറയൂ. ക്രൂജിനെ പോലെ ഒരാള് വലിയ ധനികനാണെന്നൊക്കെ ആളുകൾ പറയും. $1 പോലും വിട്ട് കളിക്കില്ല. അല്ല, നിങ്ങളുടെ അടുത്ത് ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നേ? പക്ഷേ ഞങ്ങളെ സഹായിക്കുമായിരിക്കും. എന്തിന്? എന്തിന് നിങ്ങളെ സഹായിക്കണം? നാളെ ക്രിസ്മസ് അല്ലേ? ഞാൻ കോൺവെന്റിലെ ഓർഫനേജിൽ നിന്നാണ് വരുന്നേ. ഒരു നേരത്തെ ഭക്ഷണം അവിടേക്ക് സ്പോൺസർ ചെയ്യാനൊക്കെ സ്ക്രൂജിന് കഴിയുമായിരിക്കുമല്ലോ. നിങ്ങളൊന്ന് പോയേ. ഇവിടെ നിന്നാ ഉള്ള സമയം കൂടി പോകും. എനിക്കാണെങ്കിൽ തീർക്കാൻ 100 പണികളുണ്ട്. അപ്പോൾ സ്ക്രൂജ് ഒന്നും തരില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ആളാ. നിങ്ങളൊന്ന് പോയേ, എനിക്ക് കഥ കടക്കണം. അയ്യോ, തീർക്കാൻ ഇനിയുമുണ്ട് പണി കിച്ചണിൽ. ഒരു കുറഞ്ഞ ഉടുപ്പെങ്കിലും അന്നയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഇനി എവിടുന്നാ എനിക്ക് സമയം? മാർത്ത, നല്ല വൈനിരിപ്പുണ്ടോ? മൂപ്പിലാൻ കൊണ്ടുവച്ചത്. പോയിനെടാ പിള്ളേരെ. അല്ലേ, ഇവന്റെയൊക്കെ അമ്മയുടെ പ്രായമുണ്ട് എനിക്ക്. പിന്നെ ഇവിടെ വൈൻ കൊണ്ടുവച്ചിരിക്കുകയല്ലേ, പച്ചവെള്ളം പോലും ഇല്ല എടുക്കാൻ. വന്നു, ഇത് അദ്ദേഹം തന്നെയാ. നിന്നോടൊരു 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ പുറത്ത് ലൈറ്റ് ഇടരുതെന്ന്? ഇന്നൊരു ക്രിസ്മസ് ആയിട്ട് അനാവശ്യങ്ങൾ. ക്രിസ്മസ് ക്രിസ്മസ് രാവിലെ തൊട്ട് കേൾക്കുന്നതാ. സാർ, ഇന്നെനിക്കൊരു ഹാഫ് ഡേ ലീവ് വേണം. എന്താ, നാളെ ക്രിസ്മസ് അല്ലേ? അയ്യോ, എല്ലാം കഴിഞ്ഞു. ബ്രെഡൊക്കെ ഇനി മറ്റന്നാളെ ഉണ്ടാവൂ. എന്താ, നാളെ ക്രിസ്മസ് അല്ലേ? ക്രിസ്മസ് ക്രിസ്മസ് മടി പിടിച്ചിരിക്കാനും വില കൂട്ടാനും കണ്ടുപിടിച്ചിരിക്കുന്ന ഓരോ വേലത്തരങ്ങൾ. ക്രിസ്മസ്. ദൈവദോഷം പറയരുതങ്ങുന്നേ. മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുക്കുവാൻ ഉണ്ണിയേശു പിറന്ന നാളാണിത്. ഓ, പാപം. ഒരാളുടെ പാപം മറ്റൊരാൾ ഏറ്റെടുക്കുകയോ? ഇല്ല ഇല്ല, ഒരിക്കലും അത് സാധ്യമല്ല. അതെങ്ങനെ നടക്കും? എല്ലാ പാപികളുടെയും ചുറ്റും ഇരുട്ടായിരിക്കും. അവർക്കേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. കിളവി, നീ പറയുന്നത് ഞാനൊരു പാപിയാണെന്നാണോ? അയ്യോ, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പറഞ്ഞു പറഞ്ഞു പാപി.
ഛേ! നിനക്കെങ്കിലും കുറച്ച് സ്വൈര്യം തന്നൂടെ? ഏ സ്വൈര്യമല്ലേ ഈ രാത്രിയിൽ നിറയുന്നത്? ശാന്തരാത്രി, പുണ്യമായ രാത്രി. അങ്ങൊന്ന് ചെവിയോർത്തേ. ഭൂമിയിലാകെ കാരുണ്യത്തിന്റെ വീജികൾ പരക്കുന്നു. പിഞ്ചു പൈതലിന്റെ അരികിൽ ഭൂമിയിൽ നിലാവു പെയ്യുന്നു. മൂക്കറ്റം കുടിച്ച് വഴിയിൽ വീണ് കിടക്കുന്ന ആ ഗ്രിഗറിയുടെ തെറിയാ ഞാൻ കേൾക്കുന്നത്. പിന്നെ ദാ ഈ മച്ചിന് മുകളിൽ എലികൾ അരിച്ചു നടക്കുന്ന വൃത്തികെട്ട ശബ്ദവും. എങ്കിൽ അങ്ങേക്ക് സാരമായ എന്തോ കുഴപ്പമുണ്ട്. എനിക്കോ? ഏ? ഇല്ല ഇല്ല, ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല. ഇറങ്ങിപ്പോവിടുന്ന്. കണക്കെടുക്കാനുള്ള സമയമല്ലിത്. കുർബാന തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പള്ളിയിലെത്തണം. കുർബാന കൂടാൻ അന്നക്കൊരു നല്ല ഉടുപ്പില്ല. അത് വാങ്ങാൻ എന്റെ കയ്യിൽ ഒരു ചില്ലി കാശില്ല. കർത്താവേ, അവളോട് ഞാൻ എന്ത് പറയും? ഹിമ പൂട്ടാതെ അവൾ കാത്തിരിക്കുന്നുണ്ടാവും. നാശം. പോകുമ്പോ ലൈറ്റ് അണച്ച് ഗേറ്റും അടച്ചോണം. ഈ രാത്രിയില് അനാവശ്യങ്ങളുടെ വരവ് കൂടുതലാ. ആരാ ഈ രാത്രിയിൽ കുന്തിരിക്കം പുകയ്ക്കുന്നത്? പുറത്തെങ്ങുമല്ല. അതെ, കുന്തിരിക്കം പുകയ്ക്കുന്നുണ്ട്. പുറത്തെങ്ങുമല്ല, ഈ മുറിയിൽ നിന്ന് തന്നെയാണല്ലോ വരുന്നത്. ഓ, അപ്പുറത്തെ സെമിത്തേരിയിൽ നിന്നാവും. ഇന്ന് ആരെയെങ്കിലും ഒടുക്കത്തെ യാത്ര കഴിഞ്ഞ് അവിടെ കൊണ്ടുവന്ന് കാണും. ഇവിടുന്ന് വീട് മാറിയേ പറ്റൂ. മരിച്ചവരുടെ മണം എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ ഉറങ്ങാൻ പറ്റില്ല. ആരാ ഈ മുറിയിൽ നടക്കുന്നേ? എനിക്ക് തോന്നിയതാണോ? ആരാ? ആരാ? എനിക്ക് തോന്നിയതാണോ? അല്ല 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 അല്ല, ആരോ ഇവിടെ കയറി കൂടിയിട്ടുണ്ട്.
ഒരു നാൾ നീ പറഞ്ഞു വിട്ടപ്പോ ഞാൻ പോയിരുന്നു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഞാൻ പോവുകയാണെന്ന്. ഞാനോ? ഞാനതൊന്നും ചെയ്തിട്ടില്ല. ഇല്ല. മരിച്ചവന്റെ അടുത്ത് കള്ളം പറയരുത്. ഞാൻ നിന്റെ സുഹൃത്തല്ലേ. ഞാനത് ചെയ്യുമോ മാർലി? ഏത്? അപ്പൊ നിനക്കെല്ലാം ഓർമ്മയുണ്ട്. കുടിക്കാൻ തന്ന വീഞ്ഞിൽ വിഷം കലർത്തിയത്, മരിച്ചെന്നുറപ്പായപ്പോ എല്ലാ രേഖകളിലും എൻ്റെ വിരൽമുദ്ര പതിപ്പിച്ചത്. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നിനക്കെന്നെ കാണാൻ വരാമായിരുന്നു. നീ എൻ്റെ ഉറ്റ സുഹൃത്തല്ലേ, ആത്മസുഹൃത്ത്. നീ വന്നില്ല. ശവയാത്രയുടെ പിന്നിലൊരു ഭീരുവിനെ പോലെയാണ് നിന്നെ ഞാൻ അവസാനം കണ്ടത്. ശവപ്പെട്ടിയെ മണ്ണ് തിന്നുവോളം ഞാൻ കാത്തിരുന്നു. വില കുറഞ്ഞ മരപ്പലകയ്ക്കുള്ളിൽ പൂപ്പലിന്റെ ഗന്ധവും ഏകാന്തതയുമായിരുന്നു. ഒരു പിടി ടോലിപ്പുഷ്പങ്ങളും കൊണ്ട് കല്ലറയ്ക്ക് മുകളിൽ നീ വരുമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു. നീ എൻ്റെ ഉറ്റ സുഹൃത്തല്ലേ. നീ വന്നില്ല. നിന്റെ കണ്ണുനീരടർന്ന് ആ കല്ലറയ്ക്ക് മുകളിൽ വീണില്ല. എനിക്ക് വരണമെന്നുണ്ടായിരുന്നു. തിരക്കായിരുന്നു അല്ലേ? നമ്മൾ ഒരുമിച്ചുണ്ടാക്കിയ മുതലല്ലേ? അതൊക്കെ കൈവിട്ടു പോയാൽ എനിക്കും കൂടിയല്ലേ നഷ്ടം? നീ എൻ്റെ ഉറ്റ സുഹൃത്തല്ലേ സ്ക്രൂജ്? എനിക്കറിയാം. നീ എന്നെ പരീക്ഷിക്കുകയാണ്. പരീക്ഷകൾ അത് നിന്നെപ്പോലെ പാറയുടെ മനസ്സുള്ളവർക്കല്ല. മല്ലി, നോക്ക്, എനിക്കിപ്പോഴും തുടിക്കുന്നൊരു മനസ്സുണ്ട്. ഉണ്ട് എന്നല്ല, ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ മണ്ണിട്ട് മൂടി നീ കോട്ട പണിതു. മനുഷ്യവാസമില്ലാത്ത കോട്ട. നീ അങ്ങോട്ട് നോക്ക്. ആ കുട്ടിയെ നിനക്കറിയാമോ സ്ക്രൂജ്? ഞാൻ തന്നെ. അറുപത്തിയഞ്ച് വർഷം മുൻപ് മാപ്പിളിന്റെ ഇലകൾ പോലെ കൊഴിഞ്ഞു പോയ 4 വർഷം. ഞാനൊന്ന് കുട്ടിയായിരുന്നു. ക്രിസ്മസ് അവധിക്ക് സ്കൂൾ അടച്ച് എല്ലാവരും അവരുടെ വീടുകളിലേക്ക് പോയി. എന്നെ കാത്തിരിക്കാൻ എനിക്ക് മമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ചിത്രശലഭങ്ങളെയും പൂക്കളെയും എനിക്ക് എന്തിഷ്ടമായിരുന്നെന്നോ. എൻ്റെ കൂടെ കളിക്കാൻ
അവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കള്ളം, പച്ചക്കള്ളം സ്ക്രൂജ്. കുമിളകൾ ഉയർത്തുന്ന ആ കുഴൽ നിനക്കാരാ തന്നത്? അത് കാതറിൻ. പറയുമ്പോ ശ്രദ്ധിക്കുക. മരിച്ചവർക്ക് ആരുടെയും ഭൂതകാലവും ഭാവിയും കാണാൻ കഴിയും. അതെ കാതറിൻ, വെക്കേഷന് പോകും മുൻപ് അവൾ എന്നോട് ചോദിച്ചു, ഞാൻ അരുമയായി വളർത്തിയ സ്വർണ്ണ മത്സ്യങ്ങളിൽ 2 എണ്ണത്തിനെ കൊടുക്കാമോ എന്ന്. അപ്പോ നിനക്ക് മത്സ്യങ്ങളെയും ഇഷ്ടമായിരുന്നു? അതെ, കണ്ണാടി ചില്ലിനുള്ളിലെ അവയുടെ പ്രണയ പരിഭവങ്ങൾ, ഒളിച്ചുകളി, ജീവിതത്തിന്റെ നൃത്തം, ദൈവമേ, എല്ലാം ഞാൻ ഓർക്കുന്നു. ചലിക്കുന്ന മത്സ്യങ്ങളെ കൊടുത്ത് നീ പൊട്ടിത്തകരുന്ന കുമിളകളെ വാങ്ങി. ഇല്ല, എനിക്ക് പിന്നെയും ഒരുപാട് സ്വർണ്ണ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ മമ്മ, എൻ്റെ വീട്, ഞങ്ങൾക്കായി വിരിഞ്ഞ മഴവില്ലുകള്. രാത്രി കുറേ ആയിരിക്കുന്നു. ഇനിയും നിനക്കുറങ്ങണ്ടേ? പോയി കിടന്നുറങ്ങൂ സ്ക്രൂജ്. ഇല്ല, എനിക്ക് ഇനിയും കഥ കേൾക്കണം. ഒരു കഥ കൂടി പറ മമ്മ. നിനക്ക് നാളെ സ്കൂളിൽ പോകണ്ടേ? പോയി കിടന്നുറങ്ങൂ. എന്റെ ഫ്രണ്ട്സിന് എത്ര കഥ അറിയാമെന്നോ? അവരുടെ ഗ്രാൻഡ് മാമാരൊക്കെ കഥ ഉറങ്ങി കൊടുക്കുന്നത്. ഞാൻ നിന്റെ ഗ്രാൻഡ്മ അല്ലല്ലോ. എന്റെ എല്ലാം എന്റെ മമ്മിയാ. വേണ്ട. എന്നിട്ടാണോ നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യാത്തത്? എന്ത്? ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ്. ഏർലി മോർണിംഗിലാ പഠിക്കേണ്ടത്, എന്നാലേ മനസ്സിലാകൂ. അതൊക്കെ പഠിക്ക. കഥ പറ. ദാ ഇതുകൂടെ മാത്രം. പറ. ഒരിടത്തൊരിടത്തൊരു ദ്വീപുണ്ടായിരുന്നു. ആ ദ്വീപിലോ നിറയെ വൃക്ഷങ്ങളും. ഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രങ്ങളും എല്ലാം വൃക്ഷങ്ങൾ കൊടുത്തിരുന്നൊരു കാലത്താണ് ഈ കഥ നടക്കുന്നത്. 1-ാം തരം പട്ടിൽ സ്വർണ്ണ നൂലുകൊണ്ട് തുന്നിയ വസ്ത്രങ്ങളാണ് ദ്വീപിലെ വൃക്ഷങ്ങൾ നൽകിയിരുന്നത്. ഹായ്, അപ്പൊ ഭക്ഷണമോ? തീറ്റ കൊതിയൻ. ഇടയ്ക്ക് ചോദിച്ചാലേ ഞാൻ കഥ നിർത്തും. ഇല്ല മമ്മ പറ. കഴിക്കാനോ മധുര പലഹാരങ്ങൾ ചില്ലകൾ തോറും തൂങ്ങിയാടും. പക്ഷേ ഇവയൊന്നും ആ ദ്വീപിലെ മനുഷ്യർക്ക് കിട്ടിയിരുന്നില്ല. അതെന്താ? ആ ദ്വീപിലൊരു വലിയ രാക്ഷസനുണ്ടായിരുന്നു. വലുതെന്ന് വെച്ചാ ആകാശത്ത് മുട്ടുന്ന തല. ദ്വീപിലെ എല്ലാ വൃക്ഷങ്ങളിലെയും ആഹാരം അയാൾ പറിച്ചെടുത്തു. കുറേയൊക്കെ തിന്നും. ബാക്കിയൊക്കെ അയാൾ കിടന്നുറങ്ങുന്ന വീടിന്റെ മച്ചിന്റെ മുകളിൽ സൂക്ഷിച്ചു വെക്കും. ദ്വീപിലെ ആൾക്കാർക്ക് ഒന്നും കഴിക്കാൻ കിട്ടിയിരുന്നേയില്ല. ചുറ്റിലും അലറുന്ന കടലായതുകൊണ്ട് ദൂരെ പോകാനും പറ്റിയില്ല. അവരെല്ലാം പട്ടിണിയിലായിരുന്നു. അവർ രാക്ഷസന്റെ കാലിൽ വീണ് കരഞ്ഞു പറഞ്ഞു ഒരു തുള്ളി ഭക്ഷണം അവർക്ക് കൊടുക്കാൻ. പക്ഷേ രാക്ഷസൻ ഒന്നും കേട്ടതേയില്ല. എന്താ കേക്കാനേ? രാക്ഷസന്റെ ചെവികൾ രണ്ടും അങ്ങ് മേഘത്തിന്റെ അടുത്തല്ലേ. ദ്വീപുവാസികൾ എത്ര അലറിയിട്ടും ഒരു ശബ്ദം പോലും അവിടെ എത്തിയില്ല. പിന്നെ എന്തു ചെയ്യും? അവരാലോചിച്ചു. രാക്ഷസൻ കിടന്നുറങ്ങുമ്പോൾ ചെവിയുടെ അടുത്ത് ചെന്ന് പറയാം. അവർ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം
ഓർക്കുന്നു ആ കഥ. മമ്മയുടെ വിരലുകൾക്ക് വാനിലയുടെ മണമായിരുന്നു. അതെന്റെ നെറ്റിയില് പൂക്കൾ നിർമ്മിച്ചു കൊണ്ടിരുന്നു. ആ വിരൽ തുമ്പുകളിൽ നിന്നിറ്റു വീഴുന്ന തെളിനീർ പോലൊരു ബാല്യവും. ആ ബാല്യത്തിന്റെ ജലത്തുള്ളികൾ എപ്പോഴാണ് വറ്റിയതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ സ്ക്രൂജ്? മരിക്കുവോളം നമ്മുടെ മനസ്സിൽ പിച്ച വെച്ച് നടക്കേണ്ട ആ കുഞ്ഞിനെയാണ് നീ മണൽക്കാട്ടിൽ കുഴിച്ചിട്ടത്. എനിക്ക് പലതും നേടിയെടുക്കണമായിരുന്നു. അതെ അതെ അതെ, പണം, പദവി, കപടമാന്യത, അതെ, അതിനാണ് ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. നല്ലത്, ഓട്ടം നല്ല വ്യായാമമാണ്. പക്ഷേ നീ കുറുക്കു വഴികളിലൂടെയാണ് ഓടിയത്. ചതിയുടെ, വഞ്ചനയുടെ, ചോരയുടെ മണമുള്ള കുറുക്കു വഴികൾ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? നേർവഴിയിലൂടെ ഓടണമായിരുന്നു. ആ ഓട്ടം നിന്നെ തളർത്തിയേക്കാം, പരാജയപ്പെട്ടുവെന്ന് തോന്നിച്ചേക്കാം. പക്ഷേ നിന്റെ കാലുകൾക്കത് ശക്തി തന്നേനെ. പരീക്ഷണങ്ങൾ മനസ്സിനെ മൃദുവാക്കിയേനെ. സഹയാത്രികരുടെ വിഷമങ്ങൾ നീ കണ്ടേനെ. അതെന്നെ വിജയത്തിൽ എത്തിക്കില്ല. എത്തുക തന്നെ ചെയ്യും സ്ക്രൂജ്. വിശ്വാസമുള്ള ഓട്ടക്കാരന് വിജയ കിരീടവുമായി ദൈവം ആ വഴിയരികിലുണ്ട്. സഹയാത്രികരോട് ചേർന്ന് ആ വിജയം ആസ്വദിക്കാൻ നിനക്ക് കഴിഞ്ഞില്ല. പോ പിശാചേ, ഒന്ന് പോ, ഭ്രാന്ത് പുലമ്പാതെ. അപരനു വേണ്ടി പൊഴിക്കുന്ന കണ്ണുനീരിന് 1000 സൂര്യോദയങ്ങൾ തിരിച്ചു നൽകാൻ കഴിയും. പക്ഷേ നീ ഇരുട്ടാണ് ചുറ്റും പരത്തിയത്. പരത്തുന്നു ഇരുട്ട്. സ്ക്രൂജ്, നീ അത് കാണുന്നുണ്ടോ? ഒന്ന് ഓർത്തു നോക്കൂ. And all the light will be, and all the future prophecy, and all the waves, the sea, and on the road are you and me. And all the ways are like a kiss, and all the years are nemesis, and all the moments fall in mist, and all is dust. Remember this. നിന്നെ കാത്തിരുന്ന് പ്രണയിച്ച് ജീവിതത്തിലേക്ക് കടന്നു വന്ന കാതറീന് നീ എന്താണ് തിരികെ കൊടുത്തത്? അവളാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഓടിപ്പോയത്. അല്ല, ഒരു സൂപ്പർവൈസർ ആകണമെന്ന നിന്റെ അതിമോഹം. നവവധുവിനെ പോലെ GMന്റെ മുറിയിലേക്ക് അവളെ ആനയിച്ച നിന്റെ കൗശലം. അവൾക്കൊരു രാജ്ഞിയെപ്പോലെ ജീവിക്കാമായിരുന്നു. പക്ഷേ ഒരു പിശാചിന്റെ കൂടെ രാജ്ഞിയാവാൻ ഒരു സ്ത്രീയും ഇഷ്ടപ്പെടില്ല. അവൾക്കാണ് നഷ്ടം. ഞാൻ പലതും വെട്ടിപ്പിടിച്ചു. അവൾ ഏതെങ്കിലും ചെറ്റക്കുടിലിൽ അല്ലെങ്കിൽ പാതയോരത്ത്. ഇല്ല സ്ക്രൂജ്,
അവളുടെ മനസ്സിൽ ഒരു മുറിപ്പാട് പോലുമില്ല. അവളുടെ കൈകളിൽ പാപത്തിന്റെ രക്തം പുരണ്ടിട്ടില്ല. സമാധാനത്തിന്റെ താഴ്വരകൾ അവൾക്കായി കാത്തിരിപ്പുണ്ടായിരുന്നു. സമാധാനം? പണമില്ലാത്തവൻ എന്ത് സമാധാനം? അവർ പ്രഭുവിനെ പോലെ ജീവിക്കും, നീയോ തടവു പുള്ളിയെ പോലെയും. കള്ളം, പച്ചക്കള്ളം. മരിച്ചവന്റെ നുണകളിൽ എനിക്ക് തീരെ വിശ്വാസമില്ല. മരണം പതിയിരിക്കുന്നത് നുണകളുടെ മുഖം മൂടി അഴിച്ചു മാറ്റാനാണ്. മനുഷ്യന്റെ നിത്യസത്യത്തിലേക്കുള്ള യാത്ര മരണത്തിൽ തുടങ്ങുന്നു. സ്ക്രൂജ്, നിനക്ക് ഞാനൊരു സത്യം കാണിച്ചു തരാം. സമാധാനത്തിന്റെ സത്യം. നിനക്ക് എന്നോട് പിണക്കമുണ്ടോ മോളെ? എന്തിന്? നാളെ ക്രിസ്മസ് ആയിട്ട് എന്റെ മോൾക്ക് ഒരു പുതിയ ഉടുപ്പ് പോലും വാങ്ങിച്ചു തരാൻ പറ്റിയില്ലല്ലോ. അത് കുഴപ്പമില്ല മമ്മ, ഞാൻ എപ്പോഴേ ഉടുപ്പൊക്കെ എടുത്തു വെച്ചു. രാത്രി കുർബാനയ്ക്ക് പോകാൻ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എടുത്ത ആ സ്വർണ്ണ ഗിൽറ്റുള്ള ഫ്രോക്ക് ഉണ്ട്. പിന്നെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ചുവന്ന ഗൗണും. മോളെ, മമ്മ എപ്പോഴും പറയാറില്ലേ ആ ഫ്രോക്ക് ഇടുമ്പോ ഞാനൊരു ബട്ടർഫ്ലൈ ആകുമെന്ന്. അതെനിക്ക് എത്ര ഇഷ്ടമാണെന്നോ. മോളെ, അമ്മ കരയാ? ഇല്ല മോളെ. പിന്നെന്താ അമ്മയുടെ മുഖത്തിനൊരു ഉപ്പുരസം? അത് സൂപ്പിന്റേതാ മോളെ. കള്ളം. അതിന് മമ്മ സൂപ്പ് കുടിച്ചില്ലല്ലോ. ഞാൻ തരാം. മോളെ, ഭൂമിയിൽ സമാധാനത്തിന്റെ ദൂതൻ എത്തുന്ന രാത്രിയാ. അത് വിളിച്ചു പറയുന്ന നക്ഷത്രങ്ങളെ ഞാൻ ഇന്നു കണ്ടു. ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ കണ്ടു. നിന്റെ കണ്ണുകളിൽ മോളെ. Silent night, holy night, all is calm, all is bright, round your light. ശരിയാ, മാർത്ത എന്നോട് ചോദിച്ചിരുന്നു പൊന്നുമോൾക്കൊരുടുപ്പ്. കുറ്റബോധം തോന്നുന്നുണ്ടല്ലേ? എനിക്കോ? നിനക്കതിന് കഴിഞ്ഞില്ല. എന്തിനു വേണ്ടിയാണ് നീ ഈ ചെകുത്താന്റെ വഴികളിലൂടെ ഓടുന്നത്? പണത്തിന്. പണത്തിന് വേണ്ടിയാ ഓടുന്നത്. പണം സമാധാനം തരും. പണം സമാധാനം തരും. തെറ്റി. ഒന്നുമില്ലാത്തിടത്തും സ്വർഗീയ സമാധാനം ലഭിക്കുന്നത് കണ്ടിട്ടില്ലേ? മനസ്സിനോട് ശ്രുതി ചേരണം. അവിടെയാണ് സമാധാനത്തിന്റെ സംഗീതം. നീയോ നിന്റെ തേരോട്ടത്തിൽ എല്ലാ മനസ്സുകളെയും നീ വെട്ടി വീഴ്ത്തി. അതെ, ഞാൻ തനിച്ചായിരുന്നു. ദൈവത്തിന് വേണമെങ്കിൽ എല്ലാവരെയും സഹായിക്കാമായിരുന്നു, അനാഥരെ, പീഡിതരെ. പക്ഷേ അവൻ മനുഷ്യന് അവസരം നൽകുന്നു. അത് വിനിയോഗിക്കുന്നവനെ ഉയർത്തെഴുന്നേൽക്കൂ സ്വർഗീയ സമാധാനത്തിലേക്ക്. അവസരങ്ങൾ. പക്ഷേ എനിക്ക് അവസരങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഈ പ്രഭാതത്തിലെ മഞ്ഞിൽ
ഒരു കോട്ട് പോലുമില്ലാതെ വിറങ്ങലിച്ചു നിന്ന ഒരു വൃദ്ധ നിന്റെ കവാടത്തിനരികിലുണ്ടായിരുന്നില്ലേ? അസുഖമായ മകനെ ആശുപത്രിയിലെത്തിക്കാൻ 1/2 ദിവസത്തെ ലീവ് ചോദിച്ച് സെക്യൂരിറ്റി നിന്റെ മുന്നിൽ വന്ന് കെഞ്ചിയിട്ടില്ലേ? തൊട്ടടുത്ത വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ട്യൂഷൻ നീ പരാതി കൊടുത്ത് നിർത്തിച്ചിട്ടില്ലേ? വഴിയരികിൽ യാചിച്ചു നിന്ന ഒരനാഥ പെൺകുട്ടി നിന്റെ അരികിലേക്ക് വരുന്നത് കണ്ട് നീ മുഖം തിരിച്ചിട്ടില്ലേ? അവസരങ്ങളെ നീ സൗകര്യപൂർവം അവഗണിച്ചു. അതെ അതെ, ഞാൻ ഓർക്കുന്നു. അതെ, നീ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? എല്ലാ ദിവസങ്ങളെയും പോലെ ആ ദിവസവും നീ ഉണരും, സമയത്തെക്കുറിച്ച് വേവലാതിപ്പെടും, തിരക്കിട്ട് കുപ്പായത്തിനുള്ളിൽ കടന്നുകൂടും. കെട്ടിപ്പൂട്ടിവച്ച പണം ഭദ്രമാണോ എന്നെണ്ണി നോക്കും. ചിരിക്കുന്നവരുടെ മുഖത്ത് നോക്കാതെ അധികാരത്തിൻ്റെ ഗർവിൽ ഓഫീസിലെത്തും. വൈകിയെത്തിയവരെ ശകാരിക്കും. വെള്ളം കൊണ്ടുവരാൻ വൈകിയ ഓർഡർലിയോട് തട്ടിക്കയറി ഗ്ലാസ് ചുണ്ടോടടുപ്പിക്കും. പക്ഷേ സ്ക്രൂജ്, നിനക്കൊരിറ്റു വെള്ളം കുടിക്കാൻ കഴിയില്ല. ചുണ്ടുകൾ പൂട്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കാലിലൂടെ അരിച്ചു കയറുന്ന മരവിപ്പ് നീ അറിയും. ടൈ പോലും അഴിക്കാൻ കഴിയാതെ വെറുമൊരു കുപ്പായം പോലെ നീ കുഴഞ്ഞു വീഴും. നിന്റെ കണ്ണുകൾ തുറന്നു തന്നെയിരിക്കും. നിന്റെ മരണസമയം രേഖപ്പെടുത്തിയ നാഴികമണി വീണ്ടും ചലിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേക്കും അഴുകിത്തുടങ്ങിയ കാലത്തിൻ്റെ വിസർജ്യ വസ്തുവായി നീ മാറിയിരിക്കും. എത്രയും പെട്ടെന്ന് അത് കുഴിച്ചു മൂടുവാൻ ആളുകൾ തിടുക്കം കൂട്ടും. നിർത്ത! ആ സത്യത്തെ നിർത്താൻ ആർക്കും കഴിയില്ല സ്ക്രൂജ്. വരാനിരിക്കുന്ന ആ ദൃശ്യം നിനക്ക് കാട്ടിത്തരാൻ എനിക്ക് കഴിയും. നോക്ക്. ആരാ മരിച്ചത്? നിങ്ങൾക്കറിയില്ലേ, ആ സ്ക്രൂജ് വലിയ പണക്കാരനൊക്കെ ആയിരുന്നു. പക്ഷെ ആറുത്ത കൈക്ക് ഉപ്പ് കേൾക്കാത്തവനാ. ഇവനൊക്കെ ചത്തത് തന്നെയാ നല്ലത്. ഭൂമിയുടെ ഭാരമെങ്കിലും കുറയട്ടെ. ചതിച്ചും വഞ്ചിച്ചുമൊക്കെ ഉണ്ടാക്കിയ പണം ഇനി ആരനുഭവിക്കാൻ? മക്കള് പോലും ഇല്ല, കെട്ടിയോള് പോലും കളഞ്ഞിട്ട് പോയി. നിറം പിടിപ്പിച്ച വെറും കടലാസ് മാത്രമായ നിന്റെ പണത്തിന് നീ കാവലിരിക്ക. ഗുഡ് നൈറ്റ്. ദൈവമേ,
എന്നിട്ടെന്താ? ഒരു നേരത്തെ ആഹാരം യാചിച്ചു വരുന്ന ആ പാവം മനുഷ്യരെ രാക്ഷസൻ ശത്രുക്കളായിട്ടാ കണ്ടത്. ആയുധത്തിനു വേണ്ടി പരതിയ അവന്റെ കയ്യിൽ കിട്ടിയത് തന്റെ കോട്ടയുടെ ഒത്ത മധ്യത്തിലുള്ള നെടും തൂണായിരുന്നു. ദേഷ്യത്തോടെ അവൻ അവരെ തല്ലാനായി ആ നെടും തൂണ് വലിച്ചൂരി. കോട്ട ആടിയുലയാൻ തുടങ്ങി. ശക്തമായ ഭൂകമ്പം പോലെ ഏതു നിമിഷത്തിലും അത് തന്റെ മേലേക്ക് വീഴുമെന്ന് രാക്ഷസന് ഉറപ്പായി. അപഹരിച്ച് തന്റെ മച്ചിൽ പൂട്ടിവെച്ച ഭാരിച്ച വസ്തുക്കൾക്കിടയിൽപ്പെട്ട് താൻ പിടഞ്ഞു ചാവുമെന്ന് രാക്ഷസന് ഉറപ്പായി. 2 പോംവഴിയേ അവനുണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ കീഴ്പ്പെട്ട് മരിക്കുക, അല്ലെങ്കിൽ തൂണ് പഴയ സ്ഥാനത്തുറപ്പിച്ച് അവർക്ക് കീഴടങ്ങുക. എന്നിട്ട് രാക്ഷസൻ എന്ത് ചെയ്തു? കഥാന്ത്യം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് മാത്രമാണ് സ്ക്രൂജ്, നിനക്ക് മാത്രം. മമ്മ, നിറയെ ഇരുട്ടായിരുന്നു. ഇനിയെങ്കിലും എനിക്ക് തുറന്നേ പറ്റൂ എൻ്റെ മനസ്സിൻ്റെ ജനലുകൾ. Всех свету, радуйся, невесто, не невестная, честнейшая владычице всех небесных воин, радуйся, невесто, не невестная. Всех праотцев надежду, пророков исполнение, радуйся, невесто, не невестная, в подвизях ты помощи, кивоте богослов. ഏയ്, ഇങ്ങോട്ട് നോക്കിയേ. ഹലോ മത്തായി, ജോയ്സ്. അതെ, നാടകം അവിടെ തീർന്നു. ഈ മാർലി പക്ഷേ ഇവിടെ തന്നെ ഉണ്ടാവും. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ സ്നേഹിക്കാൻ മറന്നു പോകുന്ന മനുഷ്യർക്കിടയിൽ ഒറ്റ ചുവരിനിപ്പുറമാണ് നാം താമസിക്കുന്നതെങ്കിലും ജീവിക്കാൻ കഷ്ടപ്പെടുന്ന അയൽക്കാരൻ്റെ മുന്നിൽ
നാം മുഖം തിരിക്കുന്നു. സ്വന്തം സുഖത്തിനു വേണ്ടി നിയമത്തിന്റെ മാമൂലുകൾ കാട്ടി അവരുടെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തുന്നു. വിശപ്പടക്കാൻ മണ്ണുവാരി തിന്നുന്ന കുഞ്ഞുങ്ങളുടെ നാട്ടിലാണ് നാം. വരിഞ്ഞുമുറുക്കിയ കടം മരണക്കയറായി വരിക്കുന്ന അച്ഛനമ്മമാരുടെ നാട്ടിൽ. ഉടപ്പിറപ്പിനായി തയ്യാറാക്കിയ വിഷപാത്രങ്ങൾ മനസ്സിൽ നിന്നെടുത്തു കളയുക. വരൂ, നമുക്കൊന്നാവാം ഈ സ്നേഹത്തിന്റെ മഹാപ്രവാഹത്തിൽ.